ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കിച്ചടിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ കിച്ചടി ഉണ്ടാക്കുന്നത് വെള്ളരിക്ക ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചാമ്പയ്ക്ക ഉപയോഗിച്ചുള്ള ഒരു കിച്ചടിയാണ്. പക്ഷേ ടേസ്റ്റിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടെ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എന്ന് കാണാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു കിച്ചടിയാണ്. അത് നമ്മൾ ചാമ്പയ്ക്ക വെച്ചാണ് കിച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഉറുമ്പ് ഒക്കെ കാണും, പൊടി അതൊക്കെ കാണും. അതെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിനെ ഒന്ന് പീസാക്കിയതിന് ശേഷം ഒന്നുകൂടെ കഴുകിയിട്ട് ചെറുതായിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് പെട്ടെന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. എന്നിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. നല്ല വൈറ്റ് പാർട്ട് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അധികം മുറ്റിപ്പോകാത്ത തേങ്ങയായിരിക്കണം. എന്നിട്ട് ഒരു വലിയ പച്ചമുളക്, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല തൈരിൽ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരയ്ക്കുന്നത് വെള്ളത്തിന് പകരം ഈ തൈര് ഒഴിച്ചാണ് അരയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നന്നായിട്ടിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തു. അതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തു. തൈര് ഉപയോഗിച്ചാണ് അരച്ചത്, വെള്ളം ചേർത്തില്ല. ഇനി നമുക്കിത് നമ്മൾ വേവിച്ചെടുത്ത ചാമ്പയ്ക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് പുളിയൊക്കെ നമുക്ക് നോക്കാം. ഞാനൊരല്പം തൈര് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് കടുക് വറുത്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള വിഭവങ്ങളാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മുട്ട അവിയലാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ കിച്ചടി കടുക് വറുക്കണം, ചാമ്പയ്ക്ക കിച്ചടി. അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ. കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, ഇനി നമുക്ക് കടുക് വറുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.